ഓക്കെ, ഞാൻ എടുക്കാൻ പോണ ടോപ്പിക് എന്ന് പറയുന്നത് മാനേജ്മെന്റ് ഓഫ് ഇ വേസ്റ്റ് ഇൻ ഇന്ത്യ ആണ്. മാനേജ്മെന്റ് ഓഫ് ഇ വേസ്റ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ എങ്ങനെയാണ് ഈ ഡിസ്പോസ് ചെയ്യുക അല്ലെങ്കിൽ ഹൗ ടു മാനേജ് എന്ന് പറയുന്ന ഒരു സെക്ഷനാണ് എടുക്കാനായിട്ട് പോണത്. ഇവിടെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് ടെക്സ്റ്റിലെ പേജ് നമ്പർ 174 കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. ഇ വേസ്റ്റ് എന്ന് പറയുന്നത് ക്രിയേറ്റ് ഓർ ഡെവലപ്പ് ചെയ്യുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ പറയുന്നത് ഡെവലപ്ഡ് കൺട്രീസ് ആണ്. ഡെവലപ്ഡ് നേഷൻസിൽ കൂടുതലായിട്ട് ഇ വേസ്റ്റ് ജനറേറ്റ് ചെയ്യണം. കാരണം ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്സ് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലേ. സോ ഡെവലപ്ഡ് നേഷൻസിൽ ചെയ്യണത് അവരുടെ രാജ്യത്തിലുണ്ടാകുന്ന ഇ വേസ്റ്റ് ഒക്കെ ഇന്ത്യ, ഏഷ്യ പോലുള്ള അങ്ങനെ പോലുള്ള ഡെവലപ്പിംഗ് നേഷൻസിൽ കയറ്റി വിടുകയാണ് ഈ ഡെവലപ്ഡ് നേഷൻസ് ചെയ്യുന്നത്. സോ ഏഷ്യയിലൊക്കെ ഇ വേസ്റ്റ് കൂടുതലായിട്ട് ജനറേറ്റ് ചെയ്യുന്നത് ഈ ഡെവലപ്ഡ് നേഷൻസ് കയറ്റി അയക്കുന്ന ഇ വേസ്റ്റ് മൂലമാണ്. ഇത് ഇങ്ങനെ കയറ്റി അയക്കുക പറയുന്നത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഒരു ശരിയായ പ്രവൃത്തി അല്ലെങ്കിൽ ആക്ടിവിറ്റി അല്ല എന്ന്. ഈ ഡെവലപ്ഡ് നേഷൻസ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡെവലപ്പിംഗ് നേഷൻസിൽ ഇങ്ങനെ ഇ വേസ്റ്റ് കയറ്റി അയക്കുന്നത് എന്ന് വെച്ചാൽ, കാരണം ഡെവലപ്പിംഗ് നേഷൻസിൽ നമ്മളെ പോലുള്ള ഇന്ത്യ പോലുള്ള ഡെവലപ്പിംഗ് നേഷൻസിൽ ഇ വേസ്റ്റ് റെഗുലേറ്റ് ചെയ്യുന്ന മെഷേഴ്സ് അല്ലെങ്കിൽ ഒരു ഒക്യുപ്പേഷണൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഡെവലപ്ഡ് നേഷൻസ് ഇങ്ങനെ ഒരു പ്രവൃത്തി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നു വരുന്നത്. പിന്നീട് നമ്മളെ പോലുള്ള ഡെവലപ്പിംഗ് നേഷൻസ് മനസ്സിലാക്കുകയാണ് ഇങ്ങനെ ഈ വേസ്റ്റ് എക്സ്പോർട്ട് ചെയ്തിട്ട് കഴിഞ്ഞാലുള്ള അതിന്റെ ഇമ്പാക്റ്റിൽ നെഗറ്റീവ് എഫക്ട്, അത് ഹൗ ടു എഫക്ട് അവർ എൻവയോൺമെന്റ് അല്ലെങ്കിൽ ലിവിങ് തിങ്സിനെ, ജീവജാലങ്ങളെ അത് എങ്ങനെയൊക്കെ ബാധിക്കുന്നുണ്ടെന്ന് അതിന്റെ ഭവിഷ്യത്ത് മനസ്സിലാക്കുകയും ഡെവലപ്ഡ് നേഷൻസിന്റെ മൊണോപ്പൊളി ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പല അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മെഷേഴ്സ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ള മെഷേഴ്സ് ആണ് നമ്മളിവിടെ നോക്കാനായി പോണത്. ഓരോ കൺട്രീസിലെ ഗവൺമെന്റ്സ് ആയാലും ഇൻഡസ്ട്രീസിനായാലും ഓരോ സിറ്റിസൺസിനായാലും ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഹിയർ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. അപ്പൊ നമ്മുടെ ടെക്സ്റ്റില് പേജ് നമ്പർ 175 റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ ഗവൺമെന്റ്, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് റോൾ ഓഫ് ഇൻഡസ്ട്രീസ്, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ സിറ്റിസൺസ് എന്നിങ്ങനെ 3 ഹെഡിങ്സ്, സബ് ഹെഡിങ്സ് കാണാനായി കൊണ്ട് പറ്റില്ലേ. അപ്പൊ അതിന്റെ അണ്ടറിൽ വരുന്ന കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ഹിയർ നമുക്ക് അതെന്താണെന്ന് നോക്കാം. അപ്പൊ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഗവൺമെന്റിനുള്ള റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇവിടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എ കോംപ്രഹെൻസീവ് ലോ ദാറ്റ് പ്രൊവൈഡ്സ് ഇ വേസ്റ്റ് റെഗുലേഷൻസ് ആൻഡ് മാനേജ്മെന്റ് ആൻഡ് പ്രോപ്പർ ഡിസ്പോസൽ ഓഫ് ഹസാർഡസ് വേസ്റ്റ് ഈസ് റിക്വയർഡ്. ഇതിലെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ് ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു ലോ ഫ്രെയിം ചെയ്യുക എന്ന് പറയുന്നത്. ഇ വേസ്റ്റ് എങ്ങനെ ഡിസ്പോസ് ചെയ്യും, ഇല്ലെങ്കിൽ അതെങ്ങനെ മാനേജ് ചെയ്യും, ഇല്ലെങ്കിൽ എങ്ങനെ റെഗുലേറ്റ് ചെയ്യണം എന്നുള്ള ബന്ധപ്പെട്ട ലോ ഫ്രെയിം ചെയ്യുക എന്ന് പറയുന്നത്. ആ ലോ പ്രകാരമായിരിക്കണം നമ്മൾ ഇ വേസ്റ്റ് മാനേജ് ചെയ്യേണ്ടത്. സോ ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു ലോ ഫ്രെയിം ചെയ്യുക എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആണെന്നാണ് ഹിയർ പറയുന്നത്. ദെൻ പറയുന്നുണ്ട് ഗവൺമെന്റ് ഷുഡ് സെറ്റ് അപ്പ് റെഗുലേറ്ററി ഏജൻസീസ് ഇൻ ഈച്ച് ഡിസ്ട്രിക്ട് which are vested with the responsibilities of coordinating and consolidating the regulatory functions of the various government authorities regarding hazardous substance എന്ന്. ഇതിലെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഗവൺമെന്റ് ഓരോ ഡിസ്ട്രിക്റ്റിലും ഒരു റെഗുലേറ്ററി ഏജൻസിനെ സെറ്റപ്പ് ചെയ്യണം. ഈ ഏജന്റ്മാരുടെ റെസ്പോൺസിബിലിറ്റി ആണ് അവരുടെ ഡിസ്ട്രിക്ട് ഓർ കൺട്രീസിൽ മറ്റ് ഏജന്റുമാരുമായിട്ട് ഈ വെച്ച് ബന്ധപ്പെട്ട കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുക എന്ന് പറയുന്നത്. അതാണ് ഈ സെക്കൻഡ് പോയിന്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. തേർഡ് പോയിന്റ് ആയിട്ട് പറയുന്നത് ഗവൺമെന്റ് മസ്റ്റ് എൻകറേജ് റിസർച്ച്. ഗവൺമെന്റ് ഷുഡ് strict regulations against dumping e-waste in the country by outsiders. Where the laws are broken, stringent penalty must be imposed. Outsiders dump ചെയ്യുന്ന e-wastes ഉണ്ടാവല്ലോ, ഔട്ട്സൈഡർ ഡംപ് ചെയ്യുന്ന e-waste ഒക്കെ അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള റെഗുലേഷൻസ് കൊണ്ടുവരാം. അതുപോലെ തന്നെ ലോ ബ്രേക്ക് ചെയ്യണം, അവർക്ക് ഹെവി പെനാൽറ്റീസ് ഒക്കെ ഇമ്പോസ്റ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. അതാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. ഫിഫ്ത്ത് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് ഷുഡ് എൻഫോഴ്സ് സ്ട്രിക്ട് റെഗുലേഷൻസ് ആൻഡ് ഹെവി ഫൈൻസ് levied on industries which do not practice waste prevention and recovery in the production facilities. ഇവിടെ എന്താ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്ന ഇൻഡസ്ട്രീസിന്റെ മേലെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള റെഗുലേഷൻസ് കൊണ്ടുവരണം. അല്ലെങ്കിൽ ഗവൺമെന്റിന് തോന്നാണ് ഇൻഡസ്ട്രീസ് ലോ കറക്റ്റായി ഫോളോ ചെയ്യുന്നില്ല ഓർ ഈ വേസ്റ്റ് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഹെവി ആയിട്ടുള്ള ഫൈൻസ് ഒക്കെ ഈടാക്കണം എന്നുള്ളത് ഗവൺമെന്റിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ്.
ഓക്കെ, 6th പോയിന്റ് എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാല് ഗവൺമെന്റ് ഷുഡ് എൻകറേജ് ആൻഡ് സപ്പോർട്ട് NGOs, നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് ആൻഡ് അതർ ഓർഗനൈസേഷൻസ് ടു ഇൻവോൾവ് ആക്റ്റീവ്ലി ഇൻ സോൾവിംഗ് ദ നേഷൻസ് e-waste പ്രോബ്ലംസ്. വേസ്റ്റ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മറ്റ് പല നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ എൻകറേജ് ചെയ്യുക, അവരെ സപ്പോർട്ട് ചെയ്യുകയും വേണം. ഓക്കെ, അതാണ് 6th പോയിന്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഗവൺമെന്റ് ഷുഡ് എക്സ്പ്ലോർ ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ടു പാർട്ണർ വിത്ത് ദ മാനുഫാക്ചേഴ്സ് ആൻഡ് റീറ്റെയിലേഴ്സ് ടു പ്രൊവൈഡ് റീസൈക്ലിംഗ് സർവീസസ്. റീസൈക്ലിംഗ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന റീറ്റെയിലേഴ്സ് അല്ലെങ്കിൽ ഗവൺമെന്റ് അങ്ങനെയുള്ളവരായിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് ഏറ്റെടുക്കണം എന്നാണ് 7th പോയിന്റിൽ പറയുന്നത്. അപ്പൊ നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ ഗവൺമെന്റ് അണ്ടറിലുള്ള പോയിന്റ്സ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. എന്താണ് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു ലോ എങ്ങനെ ഈ വേസ്റ്റ് റെഗുലേറ്റ് ചെയ്യണം എന്നുള്ളതിന്റെ അണ്ടർ എന്ന് കണക്കിലെടുത്തുകൊണ്ട് ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ലോ പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ റെഗുലേറ്ററി ഏജൻസിനെ സെറ്റപ്പ് ചെയ്യുക, ലോ ബ്രേക്ക് ചെയ്യുന്നതിന്റെ മേലെ പെനാൾട്ടീസ് ഒക്കെ ഇമ്പോസ് ചെയ്യുക, അതുപോലെ തന്നെ എന്താ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻസിനെ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുന്ന കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ആർക്കുണ്ട്, ഗവൺമെന്റിനുണ്ട്. അതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ദെൻ സെക്കൻഡ് കാണാം റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് റോൾ ഓഫ് ഇൻഡസ്ട്രീസ്. ഓരോ ഇൻഡസ്ട്രീസ് ആയാലും അവർക്ക് ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് പോയിന്റില് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറേറ്റർ ഓഫ് വേസ്റ്റ് ഷുഡ് ടേക്ക് റെസ്പോൺസിബിലിറ്റി ടു ഡിറ്റർമൈൻ ദ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേസ്റ്റ് ആൻഡ് ഈസ് ഇറ്റ് ഹസാർഡസ് ഷുഡ് പ്രൊവൈഡ് മാനേജ്മെന്റ് ഓപ്ഷൻസ്. പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ജനറേറ്റ് ചെയ്യുന്ന വേസ്റ്റ് ഉണ്ടാവുമല്ലോ, ഈ വേസ്റ്റ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് കണക്കിലെടുത്തുകൊണ്ട് ഇഫ് ഇറ്റ് ഈസ് ഹസാർഡസ് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുകൂടി പറഞ്ഞു കൊടുക്കേണ്ടതിന്റെ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? ആ ഇൻഡസ്ട്രീസിന് തന്നെയാണ്. അതാണ് ഫസ്റ്റ് പോയിന്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. Okay, all personnel involved in handling e-waste in industries, including those at the policy management, control and operate level, should be properly qualified and trained. ഇവിടെ എന്താ പറയുന്നത്, ഈ വേസ്റ്റ് ഹാൻഡ്ലിംഗ് ചെയ്യപ്പെടുന്ന ഇൻഡസ്ട്രീസിലെ എല്ലാ എംപ്ലോയീസ് അല്ലെങ്കിൽ എല്ലാ കീ പേഴ്സൺസും എന്തായിരിക്കണം, ഇപ്പൊ അവിടുത്തെ മാനേജ്മെന്റ് കൺട്രോളിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഓപ്പറേഷൻ ലെവൽസിൽ ആരായാലും അവരെ എന്ന് പറയുന്നത് ഹൈലി ക്വാളിഫൈഡ് ആൻഡ് ട്രെയിൻഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആണെന്ന് ഉറപ്പ് വരുത്തേണ്ടത് ആ ഇൻഡസ്ട്രീസിന്റെ റെസ്പോൺസിബിലിറ്റി ആണെന്നാണ് സെക്കൻഡ് പോയിന്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനീസ് കൻ ഷുഡ് അഡാപ്റ്റ് വേസ്റ്റ് മിനിമൈസേഷൻ ടെക്നിക്സ് വിച്ച് വിൽ സിഗ്നിഫിക്കന്റ് റിഡക്ഷൻ. ഓക്കെ, തേർഡ് പോയിന്റിൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കമ്പനീസ് എല്ലാം വേസ്റ്റ് മിനിമൈസേഷൻ ടെക്നിക്സ് എന്ന് പറയുന്നത് അഡപ്റ്റ് ചെയ്തിരിക്കണം. മിനിമൈസേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു പരിധി വരെ നമ്മുടെ ഇ വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നത് എന്ത് ചെയ്യാനായിട്ട് പറ്റും, കൺട്രോൾ ചെയ്യാനായിക്കൊണ്ട് പറ്റില്ലേ. ഇതിലൂടെ എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് എഫക്റ്റ് ഒക്കെ കുറയ്ക്കാൻ ഇ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും ഈ മിനിമൈസേഷൻ ടെക്നിക്സ് ഒക്കെ അഡപ്റ്റ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ എന്താ അങ്ങനെ ഇപ്പോ റീസൈക്ലിംഗ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആണെങ്കിൽ അങ്ങനെയുള്ള ഈ വേസ്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് റീസൈക്ലിംഗ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കുക, ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടത് ഇൻഡസ്ട്രീസിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആണെന്നാണ് പറയുന്നത്. ദെൻ ഫോർത്ത് പോയിന്റിൽ മാനുഫാക്ചേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആൻഡ് റീറ്റെയിലേഴ്സ് ഷുഡ് അണ്ടർടേക്ക് ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് റീസൈക്ലിംഗ് ഓർ ഡിസ്പോസൽ ഓഫ് ദെയർ ഓൺ പ്രൊഡക്റ്റ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ മാനുഫാക്ചർ ആയാലും അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയാലും റീറ്റെയിൽസ് എക്സെട്ര ആരോ ആയിക്കോട്ടെ അവരുടെ ഓൺ പ്രൊഡക്റ്റിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഇ വേസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഇ വേസ്റ്റ് എങ്ങനെ മാനേജ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ ഡിസ്പോസ് ചെയ്യണം എന്നുള്ളതൊക്കെ നോക്കേണ്ടത് സ്വയം ഓൺ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ആണെന്നാണ് ഹിയർ പറയുന്നത്. ദെൻ മാനുഫാക്ചേഴ്സ് ഓഫ് ദ കമ്പ്യൂട്ടർ മോണിറ്റേഴ്സ് or television sets and other electronic devices containing hazardous materials must be responsible for educating consumers and general public regarding the potential threat to public health and the environment posed by their products. Okay, ഇവിടെ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പ്യൂട്ടർ മോണിറ്റേഴ്സ് അല്ലെങ്കിൽ ടെലിവിഷൻസ് എന്തോ ആയിക്കോട്ടെ, എന്തൊരു ഈ ഡിവൈസസ് ഇലക്ട്രോണിക് ഡിവൈസസ് ആയാലും അത് മാനുഫാക്ചർ ചെയ്യുന്നവർ അതിൽ ഉപയോഗിച്ച് എന്തായാലും അത് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൽ എന്തെങ്കിലും ഒരു ഹസാർഡസ് ആയിട്ടുള്ള മെറ്റീരിയൽ അതിൽ യൂസ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. അപ്പൊ കൺസ്യൂമേഴ്സിന് അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഹസാർഡസ് മെറ്റീരിയൽസിന് പറ്റിയൊരു അവയർനെസ് കൊടുക്കണം. ഇല്ലെങ്കിൽ അത് പിന്നീട് നമ്മൾ ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് അതെങ്ങനെ ലിവിങ് തിങ്സിലെ എൻവയോൺമെന്റിന് പബ്ലിക്കിന് അത് എങ്ങനെ നെഗറ്റീവായിട്ട് ബാധിക്കും എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയലിനെ പറ്റി ഒരു അവയർനെസ് കൺസ്യൂമർക്ക് കൊടുക്കണം. അത് ഈ ഡിവൈസ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയുടെ റെസ്പോൺസിബിലിറ്റി ആണെന്നാണ് ഹിയർ ഇവിടെ പറയുന്നത്. ദെൻ പറയുന്നുണ്ട് അപ്പൊ നമ്മൾ 5 പോയിന്റ്സോളം ഇതിന്റെ അണ്ടറിൽ പഠിച്ചു. റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് റോൾ ഓഫ് ഇൻഡസ്ട്രീസിന്റെ അണ്ടറിൽ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കമ്പനിയുടെ ഇൻഡസ്ട്രിയുടെ
റെസ്പോൺസിബിലിറ്റി ആണ്. അതെങ്ങനെ പ്രൊഡക്റ്റ് ഇ വേസ്റ്റ് ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക് കണക്കിലെടുത്തുകൊണ്ട് അത് എങ്ങനെ ഡിസ്പോസ് ചെയ്യണം എന്നുള്ളത്, അതുപോലെ തന്നെ മിനിമൈസേഷൻ ടെക്നിക്സ് ഒക്കെ അഡോപ്റ്റ് ചെയ്യണം. പിന്നെന്താ, അതിൽ വർക്ക് ചെയ്യണ അവരെ 90% ക്വാളിഫൈഡ് ആൻഡ് എന്തായിരിക്കും ട്രെയിൻഡ് പേഴ്സൺസ് ആയിരിക്കണം. അതുപോലെ തന്നെ സെൽഫ് റെസ്പോൺസിബിലിറ്റി ആണ് ഈ വേസ്റ്റ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ അത് ഡിസ്പോസ് ചെയ്യുക എന്നുള്ളത്. പിന്നെന്താ, കൺസ്യൂമേഴ്സിന് അവെയർ കൊടുക്കണം. ഹസാർഡസ് എലമെന്റ് മെറ്റീരിയൽ എന്താണോ യൂസ് ചെയ്തിരിക്കണം അതിനെ പറ്റിയുള്ള ഒരു അവയർനെസ് അവരിലേക്ക് എത്തിക്കണം എന്ന് പറയുന്നത് അവർ ഇൻഡസ്ട്രീസിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ദെൻ ലാസ്റ്റ് പറയുന്നത് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദി സിറ്റിസൺ. നമുക്ക് ഓരോ സിറ്റിസൺസിനുള്ള റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് അല്ലേ, നമ്മൾ ഒരു ഈ ഡിവൈസസ് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വരുന്ന ആഫ്റ്റർ എഫക്ട്സ് കൂടി നമ്മൾ തന്നെ നോക്കിയിരിക്കണം. അത് നമുക്കുള്ളൊരു റെസ്പോൺസിബിലിറ്റീസ് ആണ്. ഹിയർ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നതിൽ പല ഓപ്ഷൻസ് ഉണ്ടല്ലേ. ലൈക്ക് റീയൂസ് ചെയ്യാം, ആഫ്റ്റർ യൂസിന് ശേഷം റീസൈക്ലിംഗ് ചെയ്യാം എന്നിങ്ങനെ. പക്ഷെ ഈ റീയൂസ് ചെയ്യുക അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്യുക ഓപ്ഷൻസ് ഒക്കെ അഡപ്റ്റ് ചെയ്യുന്നതിലും ബെറ്റർ എന്ത് തന്നെയാണ് ഈ വേസ്റ്റ് എന്ന് പറയുന്ന സംഭവം നമ്മൾ ജനറേറ്റ് ചെയ്യണത് റെഡ്യൂസ് ചെയ്യലും പ്രിവെന്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും. ഒരു സിറ്റിസൺസിനെ സംബന്ധിച്ചുള്ള ഈ പോയിന്റ്സ് ആയിട്ടൊന്നും പറയുന്നില്ല ടെക്സ്റ്റിൽ. എന്നാലും ഇവിടെ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ടെക്നോളജീസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഒരു പ്രൊഡക്റ്റിന്റെ പുതിയ വേർഷൻസ് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് എല്ലാ ന്യൂ ജനറേഷനിൽ ഇപ്പോൾ ആൾക്കാരും അതിലേക്ക് അട്രാക്ട് ചെയ്യും. അപ്പൊ നമ്മൾ എന്താ അത് മേടിക്കാനായിട്ട് പോകും. അപ്പൊ നമ്മുടെ കയ്യിലുള്ള ഈ ഓൾഡ് പ്രോഡക്റ്റ് ചിലപ്പോൾ ഒരു കംപ്ലൈന്റ് ഉണ്ടാവില്ല, ചെറിയ വല്ലതായിരിക്കും ഉണ്ടാവുക. അപ്പൊ നമ്മൾ ഇത് ഇവിടെ വെക്കുമ്പോൾ അതൊരു ഇ വേസ്റ്റ് അവിടെ നിൽക്കുന്നതാണല്ലേ. ഒരു യൂസ് ഇല്ലാണ്ട് കേടുവന്ന് പോണതിനെക്കാട്ടി നല്ലത് നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു റെസ്പോൺസിബിലിറ്റീസ് ആണ്. അത് നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ കയ്യിലുള്ള ഈ ഡിവൈസസ് എന്ന് പറയുന്നത് യൂസ്ഡ് ഇലക്ട്രോണിക്സിലേക്ക്, സ്കൂൾസിലേക്ക്, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിലേക്ക്, അല്ലെങ്കിൽ ലോ ഇൻകം ഫാമിലീസിനൊക്കെ അവർക്ക് ഡൊണേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നമ്മൾ ചെയ്യുന്ന ഒരു നല്ല പ്രവൃത്തിയാണ്, അവർക്ക് ഒരു യൂസ്ഫുൾ ആയിട്ട് അത് ഡൊണേറ്റ് ചെയ്യാനെ കൊണ്ട് പറ്റും എന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ആണ് ഇവിടെ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദി സിറ്റിസൺസ് പറയണത്. ഇപ്പോ റീയൂസ് ചെയ്യാൻ പറ്റണമെങ്കിൽ അതിനെ പറ്റണവയായിട്ട് കാറ്റഗറൈസ് ചെയ്ത് നമ്മുടെ കയ്യിൽ ഒരുപാട് യൂവേഴ്സിനെ പറ്റണ റീയൂസ് ചെയ്ത് പറ്റണവ മാറ്റി വെക്കാം, അല്ലെങ്കിൽ എന്താ റീസൈക്ലിംഗ് ചെയ്യാൻ പറ്റണവയാണെങ്കിൽ അതിനെ മാറ്റി, അങ്ങനെ കാറ്റഗറൈസ് ചെയ്തുകൊണ്ടൊക്കെ നമ്മൾക്ക് ഒരു സിറ്റിസൺസിന്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് നമ്മളെ കൊണ്ട് പറ്റണതൊക്കെ റീയൂസ് ചെയ്യാൻ അങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് വെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക എന്നുള്ളതൊക്കെ എന്താണ് സിറ്റിസൺസിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പൊ നമ്മളിവിടെ മാനേജ്മെന്റ് ഓഫ് ഇ വേസ്റ്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നതിന്റെ അണ്ടറിൽ പഠിത്തം ഇവിടെയുള്ള ഗവൺമെന്റിനുള്ള റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ അവർ നോക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ റോൾ ഓഫ് ഇൻഡസ്ട്രീസ്, ഈ വേസ്റ്റ് ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഇൻഡസ്ട്രീസ് നോക്കേണ്ട കാര്യങ്ങൾ, ഒരു സിറ്റിസൺസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.